ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വിചാരിക്കേണ്ട എങ്ങോട്ടേക്കായിരിക്കും യാത്ര എന്നല്ലേ. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ആണ്ടായിരുന്നു. അപ്പോൾ ദിപ്പോൺ ബലിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലുവയ്ക്ക് പോവാം. അതിനിടയിൽ പിള്ളേർ കരാട്ടയുടെ ടെസ്റ്റ് ആയിരുന്നു ഇന്ന്. നമ്മുടെ ചെറ്റാരിക്ക NSS ഹാളിൽ വെച്ചായിരുന്നു ടെസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് ചെറ്റാരിക്ക ശിവക്ഷേത്രം. യെല്ലോ ബെൽറ്റിനുള്ള ടെസ്റ്റ് കഴിഞ്ഞായിരുന്നു അവരുടെ ഓൾറെഡി. ഇന്നിപ്പോൾ ഓറഞ്ച് ബെൽറ്റിനുള്ള ടെസ്റ്റാണ്. വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ ആൻഡ് ബ്ലാക്ക്, അങ്ങനെയല്ലേ ഓർഡർ. 9 മണി തുടങ്ങി 1 മണി വരെ ആയിരുന്നു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവരെ അവിടെ കൊണ്ടുവന്നാക്കി നേരെ ഞങ്ങൾ മഹാദേവ ക്ഷേത്രത്തിലേക്ക്, ആലുവ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയി. സാധാരണ ഞങ്ങൾ ഇതിന് നേരത്തേക്ക് പോവാറ്, 7 മണിക്ക് ആകുമ്പോഴേക്കും എത്താറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നേരെ പിന്നെ പിള്ളേരെ കരാട്ടയുടെ ടെസ്റ്റും കൊണ്ടുപോയാക്കിയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ അതേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ ബലിയിടിനോടത്തും അങ്ങനെ അത്രയും കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദിബോളിനൊക്കെ ബലിയിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതേ കാണുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇപ്പം എന്തായാലും തൊഴാൻ പറ്റിയില്ലായിരുന്നു. ഇനിയൊരു അവസരത്തിൽ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അതേ കുഞ്ഞിപ്പെണ്ണ് അതേ പ്രാവിൻ്റെ പിന്നാലെയൊക്കെ നടക്കണ്ടായിരുന്നു. അവൾ കയ്യിൽ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നില്ല, ഇങ്ങനെ പെരുത് നടക്കായിരുന്നു. വെയിലൊന്നും അതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറി വഴിപാടൊക്കെ കഴിപ്പിച്ച്, ഇവിടുത്തെ പ്രധാന വഴിപാട് തിലകഹോമം, നമസ്കാരം, അങ്ങനെയൊക്കെയാണ്. അതായത് മോക്ഷത്തിനും പിന്നെ ആത്മശാന്തിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ള വഴിപാടാണ്. അപ്പോൾ അതൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെയാണല്ലോ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അവർ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി. ശിവശക്തി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു. ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത്, അവർ മസാല ദോശ കഴിച്ചു. കുഞ്ഞിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം പ്രത്യേകം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.